ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നന്ദുവിന് ആകെ ടെൻഷനാണ്. നന്ദുവിനെ മാത്രം തെരഞ്ഞു പിടിച്ച് ആ ട്രെയിനർ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച്. അപ്പം കൂട്ടുകാരിയും പറയുന്നുണ്ട്, എന്താണ് അയാളുടെ പ്രശ്നമെന്ന് അറിയത്തില്ലല്ലോ, ഞാൻ പറഞ്ഞില്ലേ അയാളൊരു പ്രശ്നക്കാരനാണെന്ന്, എന്നാലും നിന്നെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് പറയും. അത് ശരിയാ, എന്നെ മാത്രമേ ഉള്ളൂ അയാൾക്ക് പ്രശ്നം, അയാൾക്ക് നേരത്തെ എന്നെ അറിയത്തുമില്ല. പിന്നെ ഞാൻ വീട്ടിലെങ്ങാനും ആയിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെയൊക്കെ ടോർച്ചർ ചെയ്യുന്ന ആളെ ഞാൻ കായികമായിട്ടും അല്ലാതെയാണെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയേനെ. പക്ഷേ ഇതൊരു ട്രെയിനിങ് ക്യാമ്പ് ആയതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ അടങ്ങി നിൽക്കുന്നതെന്ന് പറയും. എന്നാലും ബാക്കിയുള്ളവരുടെ കാര്യം കൂടെ കഷ്ടമാണെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കൂട്ടുകാരി. അന്നേരം പറയും, ഏയ് നിങ്ങളാരും പേടിക്കണ്ട, ഞാൻ മാത്രമാണ് അയാളുടെ ടാർഗറ്റ് എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആദർശ് ഇങ്ങനെ ഓഫീസ് റൂമിലിരിക്കുകയാണ്. ആകെ ടെൻഷനിലാണ് ആദർശ്, ജോലിയിലൊന്നും ശ്രദ്ധിക്കാനേ പറ്റുന്നില്ല. ആ സമയത്ത് അങ്ങോട്ട് അനി വരുന്നുണ്ട്. അനി ചോദിക്കുന്നുണ്ട്, ഏട്ടാ ഞാൻ അനാമികയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഏട്ടനെ കാണിച്ചിരുന്നല്ലോ, എന്നിട്ട് ഏട്ടൻ അത് വീട്ടിൽ കാണിക്കുകയോ അത് ചർച്ച ചെയ്യുകയോ വല്ലതും ചെയ്തായിരുന്നോ, അതിനെക്കുറിച്ച് ചിന്തിച്ചായിരുന്നോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതിന് ആദർശൻ അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അണ്ണ പറയും, ആദ്യം അവളെ നന്നാക്കാതെ നീ ഒന്ന് നന്നാകാൻ നോക്ക്, നിന്നെ ആരെല്ലാം ഉപദേശിച്ചു, എന്നിട്ട് നീ എങ്ങനെ നന്നായോ, നീയും നന്ദുവും കൂടെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ ജീവിക്കുന്നതും പോകുന്നതും കാണുന്നതും ഒക്കെ, എന്നിട്ടിപ്പം നന്നാക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്ന അനാമികയെ നീ ആദ്യം ശരിയാകും, അത് കഴിഞ്ഞിട്ട് മതി വീഡിയോയുടെ കാര്യം എന്നെല്ലാം പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. ആദർശിൻ്റെ ഈ സ്വഭാവം മാറ്റം പെട്ടെന്ന് എനിക്കങ്ങ് വല്ലാതായ്മ തോന്നുന്നുണ്ട്. ഉടനെ ഈ ഒച്ചയൊക്കെ കേട്ടോണ്ട് നയനെ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. അന്നേരം നയനെ പറയും, എന്താ ആദർശേട്ടാ, ആദർശൻ ഇങ്ങനൊന്നും അനിയോട് സംസാരിക്കാറില്ലായിരുന്നല്ലോ, എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കും. എനിക്കങ്ങനെ പലതും പറ്റും, നിങ്ങളെല്ലാവരുടെ കൂടി എന്നെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാതെ ഒന്ന് പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് വഴക്ക് പറയാണ്. എന്നാലും ആദർശേട്ടൻ എന്തോ പ്രശ്നമുണ്ടല്ലോ, അത് ഞങ്ങളോട് അങ്ങ് പറഞ്ഞാൽ എന്താ കുഴപ്പമെന്നൊക്കെ അനിയും പറയുന്നുണ്ട്. എനിക്ക് ആരോടും ഒന്നും പറയാനൊന്നും ഇല്ലെന്ന് പറഞ്ഞ് വയ്ക്കുമ്പോഴത്തേന് അനി അങ്ങ് ഇറങ്ങിപ്പോകും. അന്നേരം നയനെ ചോദിക്കുന്നുണ്ട്, എന്താ ആദർശേട്ടാ, ചന്തുമോള് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആണല്ലോ ആദർശേട്ടൻ ഇങ്ങനെ ഉള്ള മാറ്റമൊക്കെ വന്നിരിക്കുന്നത്, എന്താണ് എല്ലോണ്ട് തുറന്ന് പറ എന്നൊക്കെ പറയും. എനിക്ക് ആരോടും ഒന്നും പറയാനില്ല, ഇനിയിപ്പം നമ്മൾ തമ്മിലുള്ള ജീവിതം തന്നെ പ്രശ്നത്തിലാവുമോ എന്നൊക്കെ ഞാനിപ്പോൾ ആലോചിക്കുന്നതൊക്കെ പറയുമ്പോൾ നയനയ്ക്ക് അങ്ങ് സങ്കടമാകുന്നുണ്ട്. നയന അന്നേരം തന്നെ ഇറങ്ങി ജയൻ്റെ അടുത്ത് വരുന്നുണ്ട്. അച്ഛാ, എന്താ ആദർശേട്ടന് പറ്റിയത്, ആദർശേട്ടൻ ഭയങ്കര പ്രശ്നത്തിലാണല്ലോ, എന്നോടൊന്നും തുറന്നു പറയുന്നില്ല, ഞാൻ മാക്സിമം ചോദിച്ചെന്നൊക്കെ പറയും. അപ്പം ജയനും പറയും, ശരിയാ മോളെ, ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, അവനിതൊന്നും ഇപ്പം ശ്രദ്ധിക്കുന്നില്ല, കമ്പനി കാര്യത്തിലൊന്നും അവന് ശ്രദ്ധയില്ലെന്നൊക്കെ പറയും. എന്തായാലും അച്ഛനൊന്ന് അന്വേഷിക്കണം ആദർശേട്ടനോട്, എന്തായാലും അച്ഛനോട് ചിലപ്പോൾ പറയാതിരിക്കില്ല എന്നൊക്കെ പറയും. മോൾ അന്വേഷിച്ചാൽ പോരായിരുന്നോ, മോളോടാണല്ലോ എല്ലാം പറയുന്നതെന്നൊക്കെ പറയും. എന്തായാലും ഞാനൊന്ന് ചെന്ന് ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ് ജയൻ. അവിടെ ചെല്ലുമ്പോഴത്തേന് ജയൻ പറയുന്നുണ്ട്, മോനെ സമയം എന്നായി, 10:35, ഇനിയിപ്പോൾ 25 മിനിറ്റ് അല്ലേ ഉള്ളൂ അതിനൊന്ന് ചോദിക്കുന്നുണ്ട്. എന്തിനാ അച്ഛാന്ന് പറയും. അല്ല 11 മണിക്ക് നീ അല്ലേ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരുന്നത്, അതന്നെ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ, നീ അങ്ങനെ മറക്കുന്ന ആളല്ലല്ലോ എന്നൊക്കെ പറയും. അച്ഛാ, അത് എനിക്കിപ്പോൾ ഒരു പ്രത്യേക മാനസിക അവസ്ഥയിലാണ്, ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് ആ മീറ്റിംഗ് അച്ഛൻ അറ്റൻഡ് ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താ മോനെ, നിനക്ക് എന്താ പ്രശ്നം ഉണ്ടായാലും അത് ഞങ്ങളോട് തുറന്ന് പറയണ്ടേ, അല്ലെ നയനമോളോടെങ്കിലും പറയണ്ടേ എന്നൊക്കെ ചോദിക്കും. എനിക്ക് ആരോടും ഇപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല അച്ഛാ, എനിക്കാകെ മാനസികമായി ബുദ്ധിമുട്ടിലാണ് ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട് ആദർശ്. എന്തായാലും നീ ഇങ്ങനെയൊക്കെ വിഷമിക്കുന്നത് നിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരിക്കും, അത് നയനയോട് പറയുകയും ചെയ്യുമെന്നൊക്കെ പറയും. എന്തായാലും ഞാനത് പറയാം അച്ഛാ, എനിക്കിപ്പോൾ അതിന് ഉള്ള ഒരു അവസരം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് അങ്ങ് സങ്കടപ്പെട്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശൻ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് ദേവയാനി അങ്ങോട്ട് കയറി വരുന്നതാണ്. അന്നേരം അച്ഛാ, ഞാൻ അങ്ങോട്ട് വന്നത് അച്ഛന് ബുദ്ധിമുട്ടായോ എന്നൊക്കെ ചോദിക്കും. അന്നേരം പറയും, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, നീ എന്തിനാണ് വന്നതെന്ന് എനിക്കറിയാമെന്നൊക്കെ പറയും. അതല്ല അച്ഛാ, ആദർശന് എന്താ പറ്റിയത്, ഓഫീസിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല, ആകെ ദേഷ്യത്തിലാണ് എന്നൊക്കെ നയനമോള് വിളിച്ച് പറഞ്ഞു. നയനമോള് ഭയങ്കര സങ്കടത്തിലാണ്, എന്താ അച്ഛാ സംഭവിച്ചേ എന്നൊക്കെ ചോദിക്കും. ചന്തുമോള് വന്നതിൽ പിന്നെയാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം, ചന്തുമോളുമായിട്ട് അവൻ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ദേവയാനി. അതൊന്നും ഇപ്പം പറയാറായിട്ടില്ല, എന്തായാലും ഞാൻ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ അന്വേഷിക്കട്ടെ, അത് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റത്തുള്ളൂ, അവൻ്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ അവനോട് സംസാരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശൻ. അന്നേരം ദേവയാനി അങ്ങ് പോയി കഴിയുമ്പോഴത്തേന് മുത്തശ്ശിയും ചോദിക്കും, എന്താ ആദർശന് എന്താ പറ്റിയെന്ന്. എനിക്ക് ഒരു കാര്യവും നിന്നോട് മറച്ചു വെക്കാൻ പറ്റത്തില്ല, പക്ഷേ ക്ലാരിറ്റി ഇല്ലാത്തൊരു കാര്യം നിന്നോട് പറയാൻ പറ്റത്തില്ലല്ലോ, അത് കാരണം അതിലൊന്ന് ക്ലാരിറ്റി ആയി കഴിഞ്ഞിട്ട് നിന്നോട് ഞാൻ പറയാമെന്ന് മുത്തശ്ശിക്കും വാക്ക് കൊടുക്കുന്നുണ്ട് മുത്തശ്ശൻ. പിന്നീട് കാണിക്കുന്നത് അഭി കുഞ്ഞിനെ കാണാനായിട്ട് നവിയുടെ വീട്ടിൽ ചെല്ലുന്നതാണ്. എന്നിട്ട് കുഞ്ഞിനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം നവിയെ ചുരിദാറൊക്കെ ഇട്ട് നിൽക്കുകയാണ്. നീ ഈ ഡ്രസ്സിൽ നല്ല ഭംഗിയുണ്ട്, നിനക്ക് ഇനി ഇങ്ങനെയുള്ള ഡ്രസ്സാണ് ചേരുന്നൊക്കെ പറയും. ആ കുഞ്ഞിനെ നോക്കണ്ടല്ലേ, അതുകൊണ്ടാണ് ഇനി ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുന്നു പറയും. എന്തായാലും നിനക്കിനി ഞാൻ ഇത്ര കുറേ ഡ്രസ്സ് മേടിച്ച് തരാൻ കേട്ടോ, ഇതാണ് നല്ലതെന്നൊക്കെ അഭി പറയും. എന്നിട്ട് പറയും, നിന്നോട് എനിക്ക് ഒരു സ്വകാര്യം പറയാനുണ്ട്, നീ അത് വേറെ ആരോടും പറയരുത്
പറയരുതെന്നൊക്കെ പറയും. ഈ വീട്ടിൽ അച്ഛനോടും അമ്മയോടും പോലും പറഞ്ഞേക്കരുതെന്ന് പറയും. എന്താ കാര്യം എന്ന് ചോദിക്കും. പറയും നമ്മുടെ വീട്ടിലൊരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട്, 5 വയസ്സുള്ള പെൺകുട്ടിയെ മുത്തശ്ശൻ കൊണ്ടുവന്നതെന്നൊക്കെ പറയും. അതെന്തിനാണ് കൊണ്ടുവന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കുഞ്ഞുമായിട്ട് വരുന്നതിന് മുമ്പ് അവിടെ വേറൊരു കുട്ടിയെ കൊണ്ടുവന്നത് എന്തിനാന്നൊക്കെ ചോദിക്കുക. അതൊന്നും അറിയത്തില്ല, മുത്തശ്ശനെ ചോദ്യം ചെയ്യാൻ ആർക്കും പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് മുത്തശ്ശൻ ആ കുട്ടിയെ കൊണ്ടുവന്നു, അതിപ്പോൾ ഇനി ആ വീട്ടിൽ താമസിക്കുമെന്നാണ് പറഞ്ഞത്. അതിനെല്ലാം നമുക്ക് ഏറെ സ്വത്തൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ആ കുട്ടി നമുക്കൊരു ബാധ്യതയൊന്നും ആകത്തില്ല, പിന്നെ ഒത്തിരി റൂമും ഉണ്ട്, ഏതെങ്കിലും ഒരു റൂമിൽ അതങ്ങ് കഴിഞ്ഞോളൂ എന്നൊക്കെ അഭി പറയുന്നുണ്ട്. നയനെ പോലും എന്നെ വിളിച്ചപ്പോൾ ഇതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് നവ്യ പറയുന്നുണ്ട്. അത് നീ അവിടെ വരുന്നോടം വരെ ഈ കാര്യമൊന്നും നീ അറിയണ്ടെന്ന് അവിടെ എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് പറയാതിരുന്നതെന്നൊക്കെ പറയും. എന്നാലും നവിക്ക് അങ്ങോട്ട് ഇതൊന്നും ദഹിക്കുന്നില്ല കേട്ടോ. അനി റൂമിലാണ് ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് ദേവേനെ അങ്ങോട്ട് കടന്നു വരുന്നത്. അപ്പം ദേവേനെ കാണുന്ന ഉടനെ അനി ചോദിക്കും, എന്താ വലിയമ്മ ആദർശേട്ടൻ എന്താ പറ്റിയേ? ഞാൻ ആദർശേട്ടനോട് സംസാരിക്കാൻ ചെന്നപ്പോൾ ഇന്ന് ആദർശേട്ടൻ എന്നെ ഒരുപാട് വഴക്ക് പറയുകയൊക്കെ ചെയ്തു, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കും. മാനെ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിച്ചാൽ ഞാൻ വന്നത്. അവൻ എല്ലാ കാര്യങ്ങളും നീയുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ടല്ലോ, അതുകൊണ്ട് എന്താ കാര്യം നീ വേണം ചോദിച്ച് മനസ്സിലാക്കാൻ എന്നൊക്കെ പറയും. ഞാനൊരു കാര്യം ചോദിച്ചിട്ടും ആദർശേട്ടൻ പറഞ്ഞില്ല. പിന്നെ അനാമിക ഇവിടുന്ന് രാവിലെ ഇറങ്ങിപ്പോകുന്നു, എപ്പോഴൊക്കെയോ വന്ന് കയറുന്നു, അത് നിങ്ങൾ ആരെല്ലാം ശ്രദ്ധിക്കാറുണ്ടോ? എവിടെ പോകുന്നു എന്താണെന്നൊക്കെ അറിയാറുണ്ടോ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ ഞങ്ങൾ എന്തിനാ മോനെ തിരക്കുന്നത്? അതൊക്കെ തിരക്കേണ്ടത് ഭർത്താവ് എന്ന നിലയ്ക്ക് നീയല്ലേ എന്നൊക്കെ ചോദിക്കും ദേവയാനി. ഞാൻ തിരക്കി എല്ലാം അറിയുകയും ചെയ്തു, ഇനിയിപ്പോൾ അത് ഈ വീട്ടിലുള്ളവർ മാത്രം മനസ്സിലാക്കിയാൽ മതിയെന്ന് അനി പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേന് ഇങ്ങനെ എന്തായിരിക്കും എന്നുള്ള ടെൻഷൻ നിൽക്കുന്ന ദേവയാനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.